എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാൽ കേക്ക് ഇതുപോലെ പഞ്ചസാരപ്പാനിയൊക്കെ അകത്തേക്ക് ഇറങ്ങി നല്ല സോഫ്റ്റും ഇതുപോലെ ഒരു ചെറിയ നനവോടും കൂടിയിട്ടുള്ള ഒരു കേക്കാണ്. വളരെ ടേസ്റ്റാണ് ഇതുപോലെയുള്ള പാൽ കേക്ക് കഴിക്കാൻ. അതിനു വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 നുള്ള ഏലക്ക പൊടിച്ചതും 2 സ്പൂൺ ബട്ടറുമാണ്. ബട്ടറിന് പകരമായിട്ട് നെയ്യോ ഏതെങ്കിലും എണ്ണയോ ഉപയോഗിക്കാം. വളരെ കുറച്ച് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇളം ചൂട് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ഇളം ചൂട് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 മുട്ടയാണ്. ഇത്രയും സാധനങ്ങളാണ് പാൽ കേക്കിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. കുഴച്ച് കൊടുക്കുമ്പോൾ ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ വിരൽ ഉപയോഗിച്ച് തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഒന്ന് അലിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ചെറുതീയിൽ വെക്കാം. സമയം കൊണ്ട് ഈ പാൽ കേക്കിന് വേണ്ട ഡോ എന്ന് നമുക്ക് പരത്തിയെടുക്കാം. വളരെ കുറച്ച് മൈദ ഇട്ടിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഒരുപാട് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുവിധം കട്ടിയിലൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തുമ്പോൾ ഒരുപാട് ബലം കൊടുത്ത് പരത്തേണ്ട ആവശ്യമില്ല. ഭാഗത്തും ഒരേപോലെയുള്ള ബലം കൊടുത്തിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. പരത്തിയതിന് ശേഷം ഒരേ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് പാൽ കേക്കിന് വേണ്ടിയിട്ട് സാധാരണ മുറിച്ചെടുക്കുന്നത്. ഷേപ്പില്ലാത്ത അരികു ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. ഇത് വേറെ ആയിട്ടൊന്ന് പരത്തിയെടുക്കാം. പാൽ കേക്കിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് സാധാരണയായിട്ട് പാൽ കേക്കിന് വേണ്ടിയിട്ട് മുറിച്ചെടുക്കുന്നത്. ഒരുപാട് കട്ടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഷുഗർ സിറപ്പ് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. തീരെ കനം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ ക്രിസ്പി ആയിട്ടും വരും. ഈ സമയമായപ്പോഴേക്ക് പഞ്ചസാരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ചൂടായ പഞ്ചസാരപ്പാനിയിലേക്ക് വേണം ഈ പാൽ കേക്ക് വറുത്തിട്ട് ഇട്ട് കൊടുക്കാൻ. എണ്ണ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം പാൽ കേക്ക് വറുത്തെടുക്കാൻ. ഇതുപോലെ ഓരോ സെറ്റായിട്ട് കുറേശ്ശെയായിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ വറുത്ത ഉടനെ തന്നെ പഞ്ചസാരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരപ്പാനിക്ക് ചെറിയ ചൂട് വേണം. എങ്കിൽ മാത്രമേ ഈ പാൽ കേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ പഞ്ചസാരപ്പാനിയൊക്കെ പാൽ കേക്കിലേക്ക് പിടിച്ചു വരുള്ളൂ. പഞ്ചസാരപ്പാനിയിലേക്കും 2 ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ ഐറ്റമാണ് പാൽ കേക്ക്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.